സ്പോട്ട് ലൈവിന് പോകുന്നത് ഹൈദരാബാദിലെ ഒരു ക്രൂരമായ ഒരു വാർത്തയിലേക്കാണ്. ഗർഭിണിയായ ഭാര്യയെ ഭർത്താവ് ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റോഡിൽ നിൽക്കുകയായിരുന്ന ഭാര്യയെ ചവിട്ടി വീഴ്ത്തുകയും പിന്നീട് സിമന്റ് കട്ട കൊണ്ട് പലവട്ടം ആക്രമിക്കുകയുമായിരുന്നു. ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് ബർസാത്താണ് ഭാര്യ ഷബാനയെ അതിക്രൂരമായി ആക്രമിച്ചത്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, ഇത് കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഭയം തോന്നും. കാരണം ഭർത്താവ് ഗർഭിണിയായ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പിന്നീട് കല്ലുകൊണ്ട് പലതവണ ആക്രമിക്കുന്നുണ്ട്. അതുവഴി നിരവധി ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ടോം, ഭർത്താവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു സംഭവം. അതായത് ഈ ഭാര്യ 2 മാസം ഗർഭിണിയാണ്. ഈ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു ആക്രമണത്തിന്റെ വ്യാപ്തി, അതിന്റെ ഒരു ക്രൂരത നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തവണയോ 2 തവണയോ ഒന്നുമല്ല, വീണ്ടും വീണ്ടും ആക്രമിക്കുക. ഇഷ്ടിക കൊണ്ട്, സിമന്റ് കട്ട കൊണ്ട് വീണ്ടും വീണ്ടും ഈ ഭാര്യയുടെ തലയിലേക്കും ശരീരത്തിലൊക്കെ എറിയുന്ന തരത്തിൽ വളരെ ക്രൂരമായാണ് ഈ ആക്രമണം നടത്തുന്നത്. അതും ഈ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനുശേഷം ഏപ്രിൽ 2-ാം തീയതി ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷമായിരുന്നു ഇരുവരും തമ്മിൽ എന്തോ തർക്കമുണ്ടാവുകയും അതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യുന്നത്. എന്താണ് കൃത്യമായി ഇതിലൊരു പ്രശ്നം, എന്താണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കുടുംബ പ്രശ്നങ്ങളായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷമാണ്, ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതിന്റെ തൊട്ട് ശേഷമാണ് ആക്രമണം നടന്നത് എന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും 3-ാം തീയതിയോട് കൂടി തന്നെ ഈ യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ടോം, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് നിരവധി ആളുകൾ അതുവഴി പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കുകയോ അത്രയും ക്രൂരമായ ഒരു ആക്രമണം അത് തടയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നത് വ്യക്തമായി തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തുകൊണ്ട് ഇവരാരും പ്രതികരിച്ചില്ല? അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി, വാഹനത്തിലൊക്കെ പോകുന്നവരുണ്ട്, വാഹനം ഒന്ന് നിർത്താനുള്ള ഒരു മനസ്സ് പോലും ആരും കാണിച്ചില്ല. അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന, നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഇരുവരും, ഈ ബസ്രത്ത് എന്നാണ് ഈ യുവാവിന്റെ പേര്, ഈ ബസ്രത്ത് ഇന്റീരിയർ ഡിസൈനർ ആയിരുന്നു. പിന്നീട് 2023-ൽ അജ്മീറിലേക്കുള്ള ഒരു യാത്രയിൽ വെച്ചാണ് ഈ ഭാര്യയായ ഷബാനയെ പരിചയപ്പെടുന്നത്. ഇരുവരും അങ്ങനെ 2023-ൽ പ്രണയത്തിലാവുകയും തുടർന്ന് 2024 ഒക്ടോബറിൽ വിവാഹിതരാവുകയുമായിരുന്നു. പ്രണയ വിവാഹമായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ബസ്രത്തിന്റെ വീട്ടിൽ നിന്നും ഈ ഷബാനയുടെ നിർബന്ധപ്രകാരം തന്നെ മാറി ഇരുവരും വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീടാണ് ഈ യുവതി ഗർഭിണിയാകുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ. ഇതാണ് പിന്നീട് ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇത്രയും ക്രൂരമായ ഒരു അക്രമം സംഭവിച്ചത്. എന്തായാലും നേരത്തെ ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇരുവരും മാറി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾക്കൊന്നും പരിശോധിക്കേണ്ട വിഷയം തന്നെ. എന്തായാലും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഹൈദരാബാദിൽ നടന്നത്. ഒരാൾ പോലും ഇത്രയും ക്രൂരമായ ആക്രമണം, ഒരു യുവതി ആക്രമണത്തിന് ഇരയാകുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ മനുഷ്യ മനസാക്ഷി തന്നെ മരവിച്ചൊരവസ്ഥയിലേക്ക് ഒരു നാടിൻ്റെ ഒരു മനോഭാവം മാറുന്നു. ഷംന,
ഇതെന്തായാലും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതി അവിടെ എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ബൈക്കിൽ നിന്ന് ഇറങ്ങി ഉടൻ തന്നെ ആ യുവതിയെ ആക്രമിക്കുന്നുണ്ട്. പിന്നീട് നിലത്ത് വീണ യുവതിയെ പലതവണ ഇയാൾ കല്ലുകൊണ്ട് തലയ്ക്ക് ഇട്ട് ഈ കല്ലിട്ട് അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ എത്തിയതാണെന്ന് കരുതേണ്ടതല്ലേ? ടോം, ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൊലപാതകം തന്നെയായിരുന്നു യുവാവിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഇനി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി തന്നെയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഒപ്പം മറ്റൊരു കാര്യമുള്ള ടോം, ഇരുവരും തമ്മിൽ നേരത്തെ വല്ല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരണം. ഒപ്പം അതല്ലാതെ ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പെട്ടെന്നുള്ള എന്തെങ്കിലും വാക്കുതർക്കമോ പ്രകോപനമോ ആയിരുന്നോ കാരണം എന്നതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം ഈ യുവാവിന് മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ യുവാവിന്റെ പക അത് അത്രയും ക്രൂരമായി നമുക്ക് വെളിവാകുന്ന തരത്തിൽ തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം ആ നാട്ടുകാരുടെ ഒരു മനോഭാവം കൂടിയും, ഒരു സ്ത്രീ അത് ഗർഭിണിയാണോ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഒരു സ്ത്രീ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ അതൊന്ന് നോക്കാനോ ഒന്ന് സഹായിക്കാനോ ആ അക്രമം തടയാനോ എന്തുകൊണ്ട് നാട്ടുകാർ തയ്യാറായില്ല എന്നത് വലിയ ചോദ്യമാണ്. സംഭവത്തിൽ ഇപ്പോൾ ഈ യുവതിയുടെ ആരോഗ്യനില അത് ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം നൽകുന്ന വിവരം. യുവതി ഇപ്പോൾ കോമയിലാണ്. മറ്റ് ഈ ആരോഗ്യനില മെച്ചപ്പെടുന്നത് സംബന്ധിച്ച് ഒരു വിശദാംശങ്ങളും ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് കൂടി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കേട്ടോ, ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.